ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിന് കാരണം നമ്മൾ ഒരു 20-25ഓളം സുഹൃത്തുക്കൾ എന്നെ വാട്സപ്പിൽ ബന്ധപ്പെട്ടിട്ട് സാറേ അല്ലെങ്കിൽ ഫിറോസെ ഞാൻ ഇന്ന ആപ്പിൽ നിന്ന് ലോൺ എടുത്തു, തിരിച്ചടയ്ക്കേണ്ടല്ലോ, ഇത് ഫേക്ക് ആപ്പാണ്, ഇത് ഉഡായിപ്പ് ആപ്പാണ്, പേര് കണ്ടാലേ മനസ്സിലായി, അതുകൊണ്ട് ഞാൻ തിരിച്ചൊന്നും അടച്ചില്ല, ഞാൻ എൻ്റെ കോണ്ടാക്ട്സ് മൊത്തവും മാറ്റി, പുതിയ മീൻസ് വ്യാജ കോണ്ടാക്ട്സുകൾ അപ്ലോഡ് ചെയ്തു, ഗാലറിയിലെ ഫോട്ടോസ് എല്ലാം മാറ്റി, അവന്മാരെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് 25ന് മുകളിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഞാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ആപ്പ് ഒന്നും ഫേക്ക് ലോൺ ആപ്പല്ല, അത് RBI അപ്രൂവ്ഡ്, RBI രജിസ്റ്റേർഡ് ആപ്പാണ്. ഇതിൽ പറഞ്ഞ 25 പേരിൽ ഏകദേശം 7-8 പേരുടെ സിബിലില് അപ്ഡേഷനുമായി, നിങ്ങൾ ഇന്ന ആപ്പിൽ നിന്ന് ലോൺ എടുത്തു, എന്താ പറയുക, നിങ്ങളുടെ സിബിൽ സ്കോർ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വന്നപ്പോഴാണ് ഇവർ നോക്കുന്നത്. അപ്പൊ ഞാനും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ ഇതൊന്നും ഞാൻ ചെയ്യാത്ത ആപ്പാണ്, കാരണം ഇത് പേര് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇത് ഫേക്ക് ലോൺ ആപ്പാണെന്ന്. നമ്മൾ ലോൺ എടുത്തു പെടുന്ന സമയത്താണ് മനസ്സിലാകുന്നത് ഇത് ഫേക്ക് ലോൺ ആപ്പല്ല, ഇത് എന്താ പറയുന്നത് RBI അപ്രൂവ്ഡ് ഉള്ള രജിസ്റ്റേർഡ് ആപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറഞ്ഞ സിബിൽ സ്കോറിലാണ് ഇവർ ലോൺ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്രയും കുറഞ്ഞ സിബിൽ സ്കോറിൽ ഇവർ ലോൺ കൊടുക്കുമെങ്കിൽ ഫേക്ക് തന്നെയാണ്. ഇവരുടെ പേര് തന്നെ കോമഡിയാണ്, ആ ഒരു ആപ്പിന്റെ അല്ലെങ്കിൽ RBI രജിസ്റ്റേർഡ് പേര് തന്നെ കോമഡിയാണ്. അപ്പോൾ ഞാൻ ഉൾപ്പെടെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ടൈമിൽ കാണുമ്പോൾ നമുക്ക് തന്നെ ഡൗട്ട് വരും. അപ്പൊ അവരെ കുറ്റം പറയാനും പറ്റും. അപ്പൊ അതില് ഒന്നാമത്തെ അവർ പറഞ്ഞ ആപ്പാണ് സാലറി ഫോർ ഷുവർ. ഞാൻ ഇതിന്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ, ആവശ്യമുള്ള ആൾക്കാർ മാത്രം ഇതിൽ നിന്ന് ലോൺ എടുക്കുക. സാലറി ഫോർ ഷുവർ എന്നൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിൽ നിങ്ങൾക്ക് ഏകദേശം വന്നിട്ട് ഒരു 625 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ 21 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ലോൺ കിട്ടുന്നതാണ്. ഇത് സാലറീഡ് പേഴ്സണും സെൽഫ് എംപ്ലോയിഡ് പേഴ്സണും എല്ലാം കിട്ടും. അതിന്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് മാത്രം നിങ്ങളിത് ചെയ്യുക. ഇത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഈ സാലറി ഫോർ ഷുവർ എന്ന് പറയുന്നത് RBI അപ്രൂവ്ഡ് ആപ്പ് തന്നെയാണ്, അല്ലാതെ ഫേക്ക് ലോൺ ആപ്പ് അല്ല. ഇനി സെക്കൻഡ് വരുന്ന ആപ്പ് എന്ന് വെച്ചാൽ ഫുണ്ടോ ബാബ. അപ്പൊ ഇതൊക്കെ വാട്സപ്പിൽ എനിക്ക് അവർ അയച്ചു തന്നത് വേറെ പേരിലാണ്, തെറിയൊക്കെ പറഞ്ഞാണ് അയച്ചു തന്നത്. ഞാൻ വിചാരിച്ചു ഇനി എന്നെ തെറി വിളിക്കുന്നതാണെന്ന് എനിക്ക് ഡൗട്ട് വന്നു. നോക്കിയപ്പോഴാണ് എന്താ പറയുന്നത് ഫുണ്ടോ ബാബ എന്ന് പറയുന്ന ഒരു ആപ്പ് ഇങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ ഇതും ഫേക്ക് ലോൺ ആപ്പ് അല്ല, പക്ഷെ നമ്മൾ കണ്ടാൽ തെറ്റിദ്ധരിക്കും ഫേക്ക് ലോൺ ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇത് ആപ്പ് RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ ആണ്. ഇതും 625 സിബിൽ സ്കോറിൽ 21 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർ വെറും 625 സിബിൽ സ്കോർ ലോൺ തരുന്ന ആപ്ലിക്കേഷൻ ആണ്. ഇത് സെൽഫ് എംപ്ലോയീസിനും സാലറീസിനും കൊടുക്കുന്ന എന്താ പറയുക NBFC ആണ്. അതുപോലെ തന്നെ അടുത്ത ആപ്പാണ് എമർജൻസി പൈസ ലോൺ, എമർജൻസി പൈസ പേഴ്സണൽ ലോൺ. ഇതും RBI അപ്രൂവ്ഡ് ആപ്പാണ്. നിങ്ങൾ ഫേക്ക് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. ഇതിൽ 21 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമാണ്. 620 സിബിൽ സ്കോർ ചോദിക്കുന്നത്. ഇതും സാലറി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, മനസ്സിൽ സൂക്ഷിച്ച് വെക്കുക. ഇനി അടുത്ത വരുന്ന ആപ്ലിക്കേഷൻ ആണ് തേജസ് ലോൺ. ഓക്കെ, ഇതിലും നേരത്തെ പറഞ്ഞ പോലെ 620 സിബിൽ സ്കോർ മതി. സാലറി ഉള്ളവർക്കും സെൽഫ് എംപ്ലോയീസിനും ലോൺ കൊടുക്കുന്ന കിടിലം ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ബാക്കി എലിജിബിലിറ്റി എല്ലാം ആധാർ കാർഡും പാൻ കാർഡും മറ്റു ഡീറ്റെയിൽസും മാത്രം മതി. ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം ഒരിക്കൽ കൂടി പറയാൻ എനിക്ക് തോന്നുന്നു. നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. നിങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും ലോൺ ഉണ്ടോ, എത്ര ലോൺ ഉണ്ട്, അതൊക്കെ ഓക്കെ. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് സാലറി ഓൺലൈനിലാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക ചെക്ക് വഴിയാണോ ക്യാഷ് വഴിയാണോ, ഇതൊക്കെ ചോദിക്കാൻ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയല്ല അവർ ചോദിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാഷ് വഴി മീൻസ് ബൈ ഹാൻഡ് വഴി ആയിരിക്കും സാലറി കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ മീൻസ് സാലറി കിട്ടാത്തവർക്കും അങ്ങനെ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരിക്കലും ബൈ ഹാൻഡോ ക്യാഷോ മീൻസ് എന്താ പറയുന്നത് ഇത് ചെക്കോ ഒന്നും കൊടുക്കരുത്. നിങ്ങൾ ഓൺലൈൻ തന്നെ കൊടുക്കുക, സാലറി ത്രൂ ഓൺലൈൻ തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ ഏത് ലോൺ ആപ്പായാലും അവർ റിജക്ട് ചെയ്യാനുള്ള ചാൻസ് 99.99% കൂടുതലാണ്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനീസ് ഒക്കെ എന്തെങ്കിലും ഒരു കമ്പനി, നിങ്ങളുടെ അടുത്തൊക്കെ ഒരുപാട് കമ്പനീസ് കാണുമല്ലോ. അപ്പം ഇങ്ങനെ പല ആപ്ലിക്കേഷനിലും അല്ലെങ്കിൽ പല RBI അപ്രൂവ്ഡ് NBFCയിലും അവരൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയാണ് നമ്മുടെ കമ്പനി ചോദിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ കമ്പനിയിൽ വന്ന് തിരക്കാനോ ഒന്നുമല്ല. പല ആൾക്കാരും സെൽഫ് എംപ്ലോയീസിനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ട്രൂ ബാലൻസ് ഉൾപ്പെടെ, അപ്പൊ അതിലെല്ലാം ട്രൂ ബാലൻസിൽ അതുകൊണ്ട് റിജക്റ്റ് ആയ ഒരുപാട് പേരുണ്ട്. ഓക്കെ, സെൽഫ് എംപ്ലോയീസ് അങ്ങനെയൊന്നും കൊടുക്കരുത്. സാലറിയുടെ തന്നെ കൊടുക്കുക. ക്യാഷ് കിട്ടുന്നത് അല്ലെങ്കിൽ സാലറി കിട്ടുന്നത്
ഓൺലൈൻ വഴി അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ തന്നെ കൊടുക്കുക. അങ്ങനെ ഒരുപാട് റിജക്ഷൻ വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു കാര്യം എന്നെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് 2-3 പേരുടെ സിബിൽ അവർ നല്ല എന്താ പറയുന്നത് 7,000 10,000 ഒക്കെ എടുത്തിട്ട് നല്ല വിശാലമായി സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് അവർ നമ്മുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്ത്. എനിക്ക് തോന്നുന്നു നമ്മുടെ 2-3 പേര് എനിക്ക് 1 സ്കോറിൽ ഇത് അയച്ചു തന്നു, സാറേ ഞാൻ ഇതിൽ നിന്ന് ലോൺ എടുത്തിട്ടില്ല, കാരണം എൻ്റെ സിബിൽ സ്കോർ പോയി. പിന്നെയാണ് ആ സംഭവം നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലോൺ എടുത്തിട്ട്, അതായത് അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇത് ഫേക്ക് ലോൺ, അപ്പം അതുപോലെ തെറ്റിദ്ധരിച്ചു. പിന്നെ അവർ ലോൺ എടുത്തു, ലോൺ അടച്ചില്ല. 1 മാസമൊക്കെ കാലാവധി കൊടുത്തു, അവർ ലോൺ അടച്ചില്ല. സിബിൽ സ്കോറിൽ മീൻസ് ഏറ്റക്കുറച്ചിൽ ഉണ്ടായി. അപ്പോൾ ഒരിക്കൽ കൂടി മനസ്സിൽ നിങ്ങൾ വെക്കുക, സാലറി ഫോർ ഷുവർ. ഇതിനു മുമ്പ് വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ക്രെഡിറ്റ് ഫോർ ഷുവർ, അതും RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ ആണ്. പിന്നെ ഫുണ്ടോ ബാബ, ഇതും RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ ആണ്. എമർജൻസി പൈസ പേഴ്സണൽ ലോൺ, ഇതും RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ ആണ്. തേജസ് ലോൺ, ഇതും RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇനിയും വരുന്ന സമയങ്ങളിൽ ഒരുപാട് ഇങ്ങനെ RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻസും NBFC മറ്റു കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പല ക്രൈറ്റീരിയ വെച്ച് ഇവർ ലോൺ കൊടുക്കുന്ന രീതിയിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമുക്ക് ഈ കൊറോണയ്ക്ക് ശേഷം മിക്കുള്ള എനിക്ക് തോന്നുന്നു ഒരു 70% ആൾക്കാരുടെയും സിബിൽ സ്കോർ പൊട്ടി എന്താ പറയുക കരണം പറഞ്ഞിരിക്കുകയാണെന്ന് പറയാം. കാരണം അത് നമ്മുടെ ഇഷ്യൂ അല്ല. ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ടൈറ്റ് വന്ന സമയത്ത് മിക്കുള്ള ആൾക്കാരുടെയും സിബില് പൊട്ടി തകർന്നിരിക്കുകയാണ്. അപ്പൊ അത് ഇപ്പോൾ ആൾക്കാർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയെങ്കിലും മാക്സിമം ലോൺ എടുത്തിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ എടുക്കാതിരിക്കുക. ഇപ്പൊ ഈ റാം ഫിൻകോർപ്പ് എന്ന് പറയുന്ന ആപ്പ് എന്ന് വെച്ചാൽ നല്ല ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അതിൽ നിന്ന് മാക്സിമം നമ്മൾ ലോൺ എടുക്കാതിരിക്കുക. മാക്സിമം ഒരു ലോണിന്റെ, അതായത് ഒരു ലോൺ എന്താ പറയുന്നത് അടയ്ക്കാൻ വേണ്ടി മറ്റൊരു ലോൺ ആപ്പിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാതിരിക്കാം. ഇപ്പൊ ട്രൂ ബാലൻസിൽ നിന്ന് ലോൺ അടയ്ക്കാൻ വേണ്ടി ബ്രാഞ്ചിൽ നിന്ന് എടുക്കാം, ഇതൊന്നും കുറച്ച് ഇൻട്രസ്റ്റ് കുറവാണ്. ക്രെഡിറ്റ് ബി നിന്ന് എടുക്കാം, റാപ്പിഡ് റുപ്പി, അതുപോലെ തന്നെ പിന്നെ ഏതാ പറയുക ക്രെഡിറ്റ് 24, ഇങ്ങനെയുള്ള ആപ്പിൽ നിന്ന് ലോൺ എടുത്ത് നിങ്ങൾ മറിക്കാതിരിക്കുക. മറിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സിബിലിൽ പ്രശ്നമാകും, നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൊണ്ട് നമ്മൾ അടയ്ക്കുമെന്ന് വിചാരിക്കും, പക്ഷെ നമ്മൾ അടയ്ക്കില്ല. അത് ഈ ആപ്പിൽ നിന്ന് പൈസ കിട്ടിയാൽ നമ്മൾ പിന്നെ എന്താ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി എന്തെങ്കിലും ആണെങ്കിലും മടി വരും. ഓക്കെ, അത് ലീവ് എടുക്കാം, 2 ദിവസം ലീവ് എടുക്കാം, പൈസ എത്ര കയ്യിലുണ്ടല്ലോ, അവസാനം നമ്മുടെ എന്താ പറയുക നമ്മുടെ ടാർഗറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അപ്പോൾ സിബിലിലും ഇഷ്യൂസ് ഉണ്ടാകും. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ സിബിൽ ഇല്ലാതെ ഓരോ കാര്യങ്ങൾക്ക് ലോൺ ഇല്ല, ലോൺ എടുക്കാൻ പറ്റുന്നില്ല, നീ ഗ്യാരണ്ടർ നിൽക്കുമോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് തന്നെ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ ചോദിച്ചു കാണും. അപ്പോൾ സിബിൽ തീർച്ചയായിട്ടും നമുക്ക് ഇനി വരുന്ന സമയങ്ങളിൽ ഫ്യൂച്ചറിൽ അത്യാവശ്യം വേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.